നമസ്കാരം. പശ്ചിമഘട്ടം പോലെ തന്നെ ഇന്ത്യയുടെ കാലാവസ്ഥയെയും ഭൂപ്രകൃതിയെയും സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് പൂർവ്വഘട്ടം. പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ മലനിരകളുടെ സവിശേഷതകളെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുള്ള പർവ്വതനിരയാണ് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ്. ശരാശരി ഉയരം 600 മീറ്റർ, നീളം 800 കിലോമീറ്റർ. പൂർവ്വഘട്ടം പ്രധാനമായും ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. കർണാടകയിലെ ബിയാർ ഹിൽസ് പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായി കരുതുന്നു. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിന്തഗാഡ. 1690 മീറ്റർ ആണ് ഉയരം. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളിൽ ആണ്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ദോഡാപേട്ട, 2637 മീറ്റർ. ഊട്ടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ്. നീലഗിരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഊട്ടിയാണ്. പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുന്നുകൾ നോക്കാം. ഷെവറോയ് തമിഴ്നാട്, ജാവടി തമിഴ്നാട്, നല്ലമല ആന്ധ്രാപ്രദേശ്, നൽകൊണ്ട പാൽക്കൊണ്ട ആന്ധ്രാപ്രദേശ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിർത്തിയാണ് സത്പുര, മഹാദിയോ കുന്നുകൾ, മൈക്കല കുന്നുകൾ. സത്പുര നിരകൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. സത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ധൂപ്ഗർഹ്, സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സത്പുരയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പച്മർഹി ആണ്. ഇതും മധ്യപ്രദേശിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാനിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന സത്പുരയിലുള്ള ചുരമാണ് അസിർഗട്ട് ചുരം. അസിർഗട്ട് ചുരം നർമ്മദ, താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. വടക്കേ ഇന്ത്യയെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ചുരവുമാണ് അസിർഗട്ട് ചുരം. വിന്ധ്യ സത്പുര നിരകൾ ഗണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് വിന്ധ്യ നിരകൾ നോക്കാം. ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിരയാണ് വിന്ധ്യ നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ ഗണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വിന്ധ്യ നിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര നിരകൾ. വിന്ധ്യ സത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിരകളാണ് മൈക്കല നിരകൾ. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമായും വിന്ധ്യ നിരകൾ കടന്നു പോകുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളുടെ തെക്ക് ഭാഗത്തായും വിന്ധ്യ നിരകൾ കാണപ്പെടുന്നു. വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കലൂമർ സദ്ഭാവന കൊടുമുടി. വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അമർകണ്ടക്, 1048 മീറ്റർ ആണ് ഉയരം. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. കിഴക്ക് മൈക്കല കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദി അറബിക്കടലിൽ ഗൾഫ് ഓഫ് കമ്പത്തിൽ ചെന്ന് പതിക്കുന്നു. ഇനി നമുക്ക് ആരവല്ലി നോക്കാം. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ്. ഇന്ത്യയിലെ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരു ശിഖർ, 1722 മീറ്റർ ആണ് ഉയരം. രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ആരവല്ലിയിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബുവിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ എന്നാണ്. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നക്കി തടാകം. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലായി ആരവല്ലി സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് ആരവല്ലിയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കാം, അല്ലെങ്കിൽ പ്രസിദ്ധമായ ചുരങ്ങൾ. ഗോരൻഘട്ട് ചുരം മൗണ്ട് ഗുരു ശിഖറിനെയും മൗണ്ട് അബുവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹാൾ ടിഘട്ട് ചുരം രാജസ്ഥാനിലെ പാലി, രാജ്സമന്ദ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണിത്. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.